ദേശീയ പണിമുടക്ക് എന്ന പേരിൽ കേരളത്തിൽ അപ്രഖ്യാപിതമായ ബന്ദ് നടത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. ഈ പണിമുടക്കും ബന്ധം ഒരു സർക്കാർ സ്പോൺസേർഡ് ബന്ധാണ്. സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി കേരളത്തെ സ്തംഭിപ്പിക്കുവാൻ ഒരു ഗവൺമെൻറ് തന്നെ നേതൃത്വം കൊടുക്കുന്നത് അങ്ങേയറ്റം ജനവിരുദ്ധമാണ്, രാജ്യ താൽപര്യത്തിനെതിരുമാണ്. ഒരു ദിവസം കേരളം സ്തംഭിക്കപ്പെടുമ്പോൾ 600 മുതൽ 1000 കോടി വരെയാണ് കേരളത്തിൻ്റെ സാമ്പത്തിക നഷ്ടമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇത്രയും വലിയൊരു സാമ്പത്തിക നഷ്ടം കേരളത്തെപ്പോലുള്ള സംസ്ഥാനത്തിന് താങ്ങാനാവുന്നതിനും അപ്പുറത്താണ്. അതിന് ഗവൺമെൻറ് തന്നെ നേതൃത്വം കൊടുക്കുക എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളോടുള്ള യുദ്ധപ്രഖ്യാപനമാണ്. കേരളത്തിൻ്റെ വികസനത്തെ പുറകോട്ട് നയിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ അതിനെ കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. രണ്ടാമത്, ദേശീയ പണിമുടക്ക് എന്ന പേര് തന്നെ അപ്രസക്തമാണ്. രാജ്യത്തെവിടെയും ഈ പണിമുടക്ക് ബാധിക്കുന്നില്ല. ഇന്ത്യയിലെ വ്യാവസായിക നഗരങ്ങളെയോ സാമ്പത്തിക നഗരങ്ങളെയോ ഒന്നും ബാധിക്കാതെ കേരളത്തിലെ ജനങ്ങൾ മാത്രം എന്തിനാണ് ഈ IND മുന്നണി ഇങ്ങനെ ശിക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തൊഴിലാളികൾക്ക് സമരം ചെയ്യാൻ അവകാശമുണ്ട്. പക്ഷേ ജനങ്ങളുടെ അവകാശത്തെ സംരക്ഷിക്കാനാണ് ഗവൺമെൻറ് തയ്യാറാകേണ്ടത്. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെയും തൊഴിലെടുക്കാനുള്ള അവകാശത്തെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരു ഗവൺമെൻറ് തയ്യാറാകേണ്ടത്. അതുകൊണ്ട് ഈ പണിമുടക്കിനെ നേരിടാൻ ഗവൺമെൻറ് തയ്യാറാകണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. പണിമുടക്കുന്ന തൊഴിലാളികൾക്ക് ഡയസ്നോൺ ഏർപ്പെടുത്താൻ സർക്കാർ തയ്യാറാകണം. തൊഴിലാളികൾ പണിമുടക്കുമ്പോൾ പണിമുടക്കി ശമ്പളം മേടിക്കുക എന്നുള്ള അങ്ങേയറ്റം വിചിത്രപരമായ കാര്യമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് പണിമുടക്കുന്ന തൊഴിലാളികൾക്ക് ഡയസ്നോൺ ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല, ഈ പണിമുടക്കിന് ആഹ്വാനം ചെയ്യുന്ന തൊഴിലാളി സംഘടനകൾ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കാൻ തയ്യാറാകണം. ദേശീയ തൊഴിൽ നിയമത്തിൽ ഏതിനോടാണ് അവരുടെ എതിർപ്പുള്ളത് അതിപ്പോഴും വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. ദീർഘമായിട്ടുള്ള ചർച്ചകൾക്കും ആവശ്യമായിട്ടുള്ള കൂടിയാലോചനകൾക്കും പാർലമെന്ററി ഡിബേറ്റുകൾക്കും ഏറ്റവും അവസാനം തൊഴിലാളി സംഘടനകളുമായിട്ടുള്ള ഒന്നിലേറെ പ്രാവശ്യമുള്ള ചർച്ചകൾക്കും ശേഷമാണ് 2019 2020 ദേശീയ തൊഴിൽ നിയമം നടപ്പിൽ വന്നത്. രാജ്യത്ത് കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി 144 നിയമങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ആണ് ഈ നിയമം നിലവിൽ വന്നിട്ടുള്ളത്.